ആദിക്ക് വയ്യ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ബാഗ് തിരികെ കിട്ടി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യാം. കാരണം പല വീഡിയോസും പകുതി വെച്ചിട്ട് എടുത്തിട്ട് നിർത്തി വെച്ചിട്ടിരിക്കുക. ഞാൻ ഒരു സാറ്റർഡേ വ്ളോഗ് തുടങ്ങി, ഒന്നുമില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. കാലത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങിയതാ, പിന്നെ ഒന്നുമില്ല. പിന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വ്ളോഗിലെത്തി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ട്. ഇപ്പോൾ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ മീൻ നന്നാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിക്കണമെന്നില്ല. മീൻ നന്നാക്കി മറ്റുള്ള പണികൾ കഴിഞ്ഞില്ലെങ്കിൽ ആകെ വീണ്ടും നനയുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കട്ടെ. അപ്പോൾ രണ്ടുപേരും നീറ്റിട്ടില്ല. എനിക്കുണ്ട് വിളിച്ചപ്പോൾ കാണിച്ചു തരാം. ഇരിക്കുന്നു, ഇതൊരാൾക്ക് എടുക്കണു. ആമി എണീറ്റാ നീ? പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ മീനിൻ്റെ പണികളൊക്കെ നേരത്തെ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്ക് മീൻ കൊടുത്തു വിടില്ലെങ്കിലും മീനിൻ്റെ ചാറ് ഇങ്ങനെ ചോറിലൊഴിച്ച് കൊടുത്തു വിടാറുണ്ട്. പിന്നെ അഭിച്ചേട്ടൻ ഓഫീസിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അഭിച്ചേട്ടന് ഇഷ്ടമുള്ളൂ. ചാറ് കറി വേണം. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് മീൻ കറി വെക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഞാൻ വൃത്തിയാക്കും. ഞാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് വൃത്തിയിൽ ചെയ്യാനറിയാം കേട്ടോ. ചെതുമ്പിലൊന്നും അങ്ങനെ തെറിപ്പിക്കാണ്ട് ഞാനിങ്ങനെ താഴത്തേക്ക് സിങ്കിലോട്ട് നല്ലോണം ആക്കിയിട്ട് അവിടെ തന്നെയാണ് ഞാൻ വൃത്തിയാക്കാറ് കേട്ടോ. ഞങ്ങളുടെ ബാക്കിലേക്ക് അധികം സ്ഥലമില്ല. പിന്നെ അലക്കാലിൻ്റെ ആ സൈഡിലേക്കൊന്നും നമ്മൾ ഇങ്ങനത്തെ മീൻ സാധനങ്ങളൊന്നും കൊണ്ട് നന്നാക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാനങ്ങനെ സൂക്ഷിച്ച് കണ്ടാണ് ചെയ്യാട്ടോ. അതുകൊണ്ട് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. വൃത്തിയാക്കി ഇടും അപ്പോൾ തന്നെ. അപ്പോൾ ആദ്യക്ക് നല്ല തൊണ്ടവേനയും ജലദോഷമൊക്കെയാണ്. എന്നുവെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ല. ഞാൻ അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാലത്ത് അത്ര വലിയ ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുവെള്ളം പിടിപ്പിക്കുക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒരു ചൂടുവെള്ളം കുടിച്ചിട്ടാണ് മിക്കവാറും ദിവസം തുടങ്ങാറ്. പിന്നെ വല്ല തിരക്കാണ് അല്ലെങ്കിൽ നേരമൊക്കെ എണീക്കണ ദിവസമൊന്നും അങ്ങനെ ചെയ്യാറില്ല. മൺഡേ ആയതുകൊണ്ടും മാത്രമല്ല മടി എൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടും ഇന്ന് ഭയങ്കര സ്ലോവിലായിരുന്നു കേട്ടോ ഞാൻ കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നത്. എൻ്റെ കൈകാലം ഒന്നും തന്നെ ചലിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിള്ളേരെ സ്കൂളിലേക്ക് വിടും വേണം. ആദ്യക്ക് ചെറിയൊരു ജലദോഷവും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിടാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വയ്യായിക വരുമ്പോൾ എപ്പോഴും ലീവ് എടുത്തിരുത്തി ശരിയാവില്ലല്ലോ. അപ്പോൾ ചെറിയൊരു തൊണ്ടവേനൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞാൻ അവനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുവെള്ളം പിടിക്കാനൊക്കെ പറഞ്ഞിട്ട് അത്ര വലിയ ബുദ്ധിമുട്ട് ഞാൻ ഇവനെ വിടുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കാണാം അവൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വരണത് കേട്ടോ. അപ്പം ഞാൻ ആദ്യക്ക് ഉപ്പുവെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു. കൂടുതൽ അവൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. കെറ്റിൽ ചൂടുവെള്ളം വെച്ചിട്ട് അവൻ തന്നെ ഉപ്പുവെള്ളം പിടിക്കാറുണ്ട്. പിന്നെ എനിക്കെന്തായാലും ചൂടുവെള്ളം കുടിക്കണം. അതിപ്പോൾ ഞാൻ അവനുള്ളതും ആക്കി വെച്ചു കേട്ടോ. കാരണം ഇങ്ങനത്തെ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് മീനിലേക്ക് തൊടാമെന്ന് കരുതി. അങ്ങനെ അവന് ഉപ്പും കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ പകുതി തലയുടെ ഭാഗം കിട്ടിയിട്ടില്ല വീഡിയോയിൽ. അത് മൊത്തത്തിലുള്ള മൂഡ് ഓഫ് കാരണമാണ് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നത്. എക്സ്ക്യൂസ് ചെയ്യുക, അല്ലാണ്ട് ഞാൻ എന്താ പറയുക. അങ്ങനെ ഞാൻ മീൻ നന്നാക്കണ പ്രോസസ്സിലോട്ട് കിടന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നാളികേരം എടുത്ത് വെച്ചില്ല എന്ന് ഓർമ്മ വന്നത് മീൻ കറി വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ അതും എടുത്ത് വെച്ചു. സാധാരണ എല്ലാവരും മീൻ നന്നാക്കുന്ന ഒരു രീതിയിലൊന്നല്ല കേട്ടോ എൻ്റെ മീൻ നന്നാക്കുന്ന രീതി. അത് മൂടനുസരിച്ച് ഞാൻ പല പോലെ ചെയ്യും. ഞാൻ ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷമാണ് കേട്ടോ കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഞാൻ കത്രിക കൊണ്ടാണ് മീനൊക്കെ കട്ട് ചെയ്യലാണ്ട്. എനിക്ക് കത്തി കൊണ്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. അമ്മയും അച്ഛമ്മയൊക്കെ ചെയ്യാണ്ടിട്ടുണ്ട് കത്തി കൊണ്ട്. എനിക്കത് അങ്ങനെ വശമില്ല കേട്ടോ. എൻ്റെ കൈയൊക്കെ മുറിയും അങ്ങനെ ആക്കുമ്പോൾ. അപ്പം ഞാൻ കത്രികയാണ് സ്ഥിരം. എൻ്റെ കത്രിക ആണെങ്കിൽ ഈ പിള്ളേർ പൂക്കളത്തിന് ഇടാൻ വേണ്ടിയിട്ട് മുറിക്കാൻ കൊണ്ടുപോയിട്ട് ആ പരിസരത്ത് കാണാനില്ല. ഇങ്ങനെ വേറെ ഏതോ കത്രിക കൊണ്ടാണ് ഞാനിപ്പോൾ മീൻ വെട്ടുന്നത്. അങ്ങനെ പിന്നെ ആ ചെതമ്പൽ വൃത്തിയാക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം പിന്നെ വൃത്തികേടാവില്ലല്ലോ. ഞാനിങ്ങനെ താഴെ പതുക്കെ വെള്ളം തെറിക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്യുക. ചിലവരും ഇങ്ങനെ മീൻ നന്നാക്കുമ്പോൾ ഒക്കെ മേലൊക്കെ തെറിക്കും. എൻ്റെ അങ്ങനെ മേലൊന്നും തെറിക്കാറൊന്നുമില്ല.
പിന്നെ മീൻ 2-3 വട്ടമൊക്കെ കഴുകും. അതിലത്തെ കറുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില ദിവസങ്ങളിൽ അതിലിവിടെ നന്നാക്കി കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മേടിച്ചപ്പോൾ ഞങ്ങൾ അഭിചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ അത് അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മീൻ മേടിച്ച് നേരെ വരാ ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീൻ നന്നാക്കി കിട്ടി എത്ര സമയ ലാഭമാണെന്നറിയോ. പിന്നെ നമുക്ക് നന്നായി ക്ലീൻ ചെയ്താൽ മതി. ഇനി ഞാൻ മാക്സിമം അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാൻ ശ്രമിക്കാറ്. ചില സാഹചര്യങ്ങളിൽ നടക്കില്ലല്ലോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത്രയും സമയം ലാഭമാണല്ലേ, പറഞ്ഞത് ശരിയാ. എൻ്റെ ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ മീൻ നന്നാക്കണേൽ പോയിണ്ടായിരുന്നു. അത് ലാഭമായേനെ, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ആദ്യം ഉപ്പുവെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ആദ്യം പോയി ഷൂട്ട് ചെയ്തോ, ക്യാമറ അവിടെ കൊണ്ടുവച്ചോ, അല്ലെങ്കിൽ ഫോൺ അവിടെ കൊണ്ടുവച്ചോ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ മീൻ നന്നാക്കൽ കഴിഞ്ഞു. മീൻ 2-3 വട്ടമൊക്കെ ക്ലീൻ ചെയ്തു. വറക്കാനുള്ള മീൻ മുഴുവനോടെ തന്നെ അത് ഞാൻ വരയിടുക ചെയ്തത്. പിന്നെ മീൻ നന്നാക്കണത് കഷ്ണാക്കി കേട്ടോ. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില തന്നെയാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ അബ്ചേട്ടനാണ് മെയിൻലി വാങ്ങിച്ചു കൊണ്ടുവരിക. അയില അല്ലെങ്കിൽ ചാളയാ, പിന്നെ വല്ലപ്പോഴൊക്കെ ചെമ്മീൻ മേടിക്കും. അതെന്താണെന്ന് അറിഞ്ഞൂടാ, അബ്ചേട്ടന് കൂടുതൽ അയില വാങ്ങിക്കുക. അബ്ചേട്ടന് അയില ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അയിലൊക്കെ മുഴുവനോടെ വറുത്താലൊക്കെ അബ്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 കത്തിയൊക്കെ വെച്ച് മുറിച്ച് നോക്കിയിട്ട് ഇത് കറക്റ്റ് ആവാണ്ട് ഞാൻ ഈ കത്തി മുറിച്ചൊക്കെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫിഷ് കട്ട് ചെയ്തത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ എന്താ പറയുക, ചിലർ പറയില്ല അലുവാ കഷ്ണം പോലെയൊക്കെ മുറിച്ചെടുത്തു. എനിക്കിതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നോൺ വെജ് തൊടുന്നതെന്നല്ല, ഇതൊക്കെ വൃത്തിയിൽ ഞാൻ ചെയ്തുല്ലോ എന്നാലോചിക്കുമ്പോൾ. പിന്നെ ഞാൻ ഭയങ്കര സ്ലോവിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മേലെ തെറിക്കാതെ ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നത്. പക്ഷെ നമ്മൾ സ്പീഡിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല. ഭയങ്കര സ്ലോ ആണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മൈൻഡ് ചില സമയത്ത് ഭയങ്കര സ്ലോ ആണ്. പലരും പല പോലെയല്ല അല്ലേ. എൻ്റെ അനിയത്തിയും അമ്മയൊക്കെ ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട് ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. മീൻ വെക്കാനുള്ളതും വറക്കാനൊക്കെ ഉള്ള 2 സെക്ഷനാക്കി. അപ്പോൾ മീനിൽ വരയൊക്കെ ഇട്ടു. പിന്നെ മസാല തേച്ച് വെക്കാൻ കേട്ടോ. ആദ്യമൊന്നും എനിക്കിങ്ങനെ മസാല തേക്കാൻ പറ്റില്ലല്ലോ, കൈയൊക്കെ ചുട്ട് നീറുമായിരുന്നു. ഇപ്പോഴും ചില സമയത്ത് അങ്ങനെ ചുട്ട് നീറാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൈയൊക്കെ അതായിട്ട് യൂസ്ഡ് ആയേക്കണു. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇപ്പോഴത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവ്, അത് ഭയങ്കര കുത്തുള്ള എരിവ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് കുറച്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവിന് കുരുമുളക് പൊടി ഇടും. പിന്നെ പെരിഞ്ചീരകം, മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം ഇടും. അത് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പൊടിയില്ല. പിന്നെ ഉപ്പിടും. പിന്നെ ഞാൻ വിനീഗർ ഒഴിക്കാറുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് കുറച്ച് വെള്ളം ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൈയോടെ വറുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളത്തേക്കോ എപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് വറുക്കാമല്ലോ. ഈ സംഭവം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എന്തൊരു സമാധാനമാണെന്നറിയോ. ചെറിയൊരു മോരുകറിയോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ പൊക്കോളുമല്ലോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നാളത്തേക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റില്ല. നാളെ ചൊവ്വാഴ്ച ആണല്ലോ. അപ്പം ഇനി ബുധനാഴ്ചയോ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് തേച്ച് വെച്ചു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വേപ്പിൻ്റെ ഇലയും പെരിഞ്ചീരകം ഇടാൻ മറന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീണ്ടും എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത്.
ഇതാണ് കേട്ടോ എൻ്റെ നാളികേരം ചെരുക്കുന്ന യന്ത്രം. ഇതിൽ നാളികേരം ചെരുകാൻ മറ്റേതിൽ ചെരുക്കുന്ന അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം ബലമൊക്കെ ഉപയോഗിക്കണം. എങ്കിൽ പോലും ഭയങ്കര സ്മൂത്തായിട്ട് നാളികേരം ചെരുകി കഴിയും. ഇത് അബ്ചേട്ടൻ പുത്തമ്പള്ളിയുടെ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചോടുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ദുബായിലേക്ക് അബ്ചേട്ടൻ കൊണ്ടുപോകാൻ വാങ്ങിച്ചതാ. പക്ഷെ അവർക്കത് വലിയ താല്പര്യപ്പെടില്ല. എന്നിട്ട് അത് എടുത്ത് വെച്ചു. പിന്നെ ഈ അടുത്താണ് ഞാനിത് പുറത്തേക്ക് എടുത്തത് കേട്ടോ. ഇതിൽ നാളികേരം ചെരുകാൻ എനിക്ക് കംഫർട്ടബിളാണ്. എനിക്ക് മറ്റേ ചിരവയിൽ ചെരുമ്പോൾ ഭയങ്കര സ്ലോവിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പിന്നെ നേരം വൈകി, പതിവിലും നേരം വൈകിയപ്പോൾ ഞാൻ ആദ്യം ചോറ് വാരി കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അഭിചേട്ടനാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണന്നാക്കുന്ന സമയത്തേക്ക് മുന്നേ കുളിക്കാൻ കയറിയത്. ഞാൻ വേഗം എന്നിട്ട് ഇവന് ഫുഡൊക്കെ വാരി കൊടുത്ത് ഇവൻ്റെ ചോറൊക്കെ സെറ്റ് ചെയ്ത് വേഗം ഒരു ടീഷർട്ട് എടുത്തിട്ടിട്ട് മുടി ഇവൻ ക്ലിപ്പ് എടുത്തിട്ട് അവനെ കൊണന്നാക്കാൻ പോയിട്ടോ. അതങ്ങനെയാ, ചില സാഹചര്യങ്ങൾ അങ്ങനെ. 7:55 അവൻ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ചേട്ടാ 7:50 കുളിക്കാൻ കയറി. എന്താ പറയുക. അങ്ങനെ അതിൻ്റെ ഇടയിൽ ആദ്യം മാസ്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ ഓപ്പോസിറ്റ് ബാലേട്ടൻ്റെ ഷോപ്പിൽ പോയിട്ട് ഒരു മാസ്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അതെ ഒരു ചുമതലേനെ സ്കൂളിലേക്ക് വിട്ടു. ഇനി നെക്സ്റ്റ് അടുത്ത ആൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ആമിയുടെ ചോറും പാത്രവും അഭിചേട്ടൻ്റെ ചോറും പാത്രമൊക്കെ അതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തു കേട്ടോ. അഭിചേട്ടൻ എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അഭിചേട്ടൻ ഏതൊരു സൈറ്റിലേക്ക് പോകാനുള്ള. അപ്പോൾ ആളുടെ കോളും നോക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നേരത്തെ ഇപ്പോൾ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കുള്ളൂ. ബാഗിൽ പിന്നെ അധികം ചുമലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുസ്തകം കൊണ്ടുപോകുന്ന പരിപാടിയില്ല. കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയാൽ പിന്നെ പ്രാക്ടീസ് തുടങ്ങിയത് ജൂണിലാണ്. പുസ്തകം എന്ന് പറയുന്ന സംഭവം ആമിക്ക് ആവശ്യമില്ല. നമ്മൾ കോളേജിൽ പോലും അനുഭവിക്കാത്ത ഒരു ഫ്രീഡവും കാര്യങ്ങളാണ് കേട്ടോ അവർക്ക് സ്കൂളിൽ. എന്താണെന്ന് പറഞ്ഞുകൂടാ, ഒരു പീരീഡ് മാത്രമേ ക്ലാസ്സിൽ കയറുള്ളൂ. അതും കയറുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഫുൾ ടൈം പ്രാക്ടീസ്. അങ്ങനെ പിന്നെ അവരെ എൻജോയ് ചെയ്യട്ടെ. പഠിപ്പിൽ മാർക്ക് കുറയുമ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ അവരിറങ്ങി ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാൻ എല്ലാ ദിവസവും പറയുന്നതാണ്. ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ ഈ റൂം എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് റൂമിലേക്ക് കയറാൻ ഇഷ്ടമില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇവർ മൊത്തത്തിൽ കച്ചിറയാക്കിയിട്ട് ഇടുള്ളൂ. ആ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന കണ്ടോ. ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ആ കൊട്ട ഇരിക്കുന്നത് അബ്ചേട്ടൻ്റെ മോളിൽ നിന്ന് ഞാൻ ഡ്രസ്സ് മടക്കിയിട്ട് ഞാൻ ഈ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിൽ അബ്ചേട്ടൻ്റെ കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ. ഞാനത് വൃത്തിയാക്കാൻ നിന്നാൽ എനിക്ക് കുറച്ചധികം നേരത്തേക്കുള്ള പണി ആ റൂമിലുണ്ട്. ഞാൻ പിന്നെ അതിന് നിന്നില്ല. കാരണം എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം കസാരയൊക്കെ ഒന്ന് നേരെയാക്കി. അപ്പോഴാണ് അഭിചേട്ടൻ ഇറങ്ങാമെന്ന് പറഞ്ഞത്. എന്നാൽ അഭിചേട്ടൻ ഇറങ്ങുമ്പോൾ ഗേറ്റ് അടയ്ക്കണമല്ലോ. അപ്പോൾ ഞാനവിടെ നിന്നു. എൻ്റെ പണികളൊക്കെ ഇവരുടെ പല കാര്യത്തിന് വേണ്ടി ഞാനവിടെ പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഭിചേട്ടൻ്റെ ചാവിന്ന് ഞാൻ വീടിൻ്റെ ചാവി ഊരെടുത്തു എന്ന് പറഞ്ഞിട്ട് അത് തപ്പലായി പിടിക്കലായി. അങ്ങനെ മൊത്തത്തിൽ ലേറ്റാണ്. എനിക്കറിയായിരുന്നു 9 മണി കഴിഞ്ഞാൽ തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഇവരെയൊക്കെ ഒന്ന് വിടണ്ടേ. ഇവരെ വിട്ടാലേ എനിക്ക് സമാധാനമായിട്ട് പോയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ചോദിച്ചു വരുവാ, ഇതെവിടെയാന്ന് ചോദിച്ചിട്ട്. അമ്പലത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച പോവാന്ന് വെച്ചിട്ട്
ശനിയാഴ്ച പോകാന്ന് വിചാരിച്ചു, ഞായറാഴ്ച പോകാന്ന് വിചാരിച്ചു. 2 ദിവസം പോകാൻ പറ്റിയില്ല, പിള്ളേരെ കൊണന്നാക്കലും പിടിക്കലൊക്കെ ആയിട്ട്. പിന്നെ എന്തായാലും അമ്പലത്തിൽ പോകാന്ന് വെച്ചു. അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വന്നു കേട്ടോ. ശനി ഞായർ പോവാന്ന് വെച്ചിട്ട് പറ്റിയില്ല. ശനിയാഴ്ച അമ്മീനെ മ്യൂസിക് ക്ലാസ്സിൽ കൊണന്നാക്കലും സ്കൂളിൽ കൊണന്നാക്കലും ഒക്കെ ആയിട്ട് അന്ന് ലേറ്റായി. പിന്നെ പിറ്റേ ദിവസവും ഞായറാഴ്ച അബ്ചേട്ടൻ എന്നെ വിളിച്ചില്ല. പിന്നെ അബ്ചേട്ടൻ പോയി വന്നിട്ട് പിന്നെ എനിക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിങ്കളാഴ്ചയിലെന്ന് അപ്പം അമ്പലത്തിൽ പോയി, സമാധാനമായിട്ട് പോയി. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ കുറച്ച് ദിവസമായിട്ട് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക, പിന്നെ എൻ്റെ മോഹിനിയാട്ട ഡാൻസിൻ്റെയും പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് വ്ളോഗുകളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വ്ളോഗുകൾ എടുക്കാണ്ടായപ്പോഴേ അതൊരു തപ്പലായിപ്പോയി. പിന്നെന്താ, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ള വലിപ്പം ഒന്നിലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിലെ ഇടയിൽ ആമിയുടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. കാരണം കുഞ്ഞിയുടെ ഒക്കെ ആദ്യത്തെ കച്ചേരി ആയിരുന്നു അന്നത്തെ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ, ഇന്നത്തെ വ്ളോഗിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസത്തെ വ്ളോഗിലോ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ എന്തുണ്ട് വിശേഷം? എനിക്ക് കുറേ പണിയുണ്ട്. അഭിചേട്ടന് കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞി സർജറി പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3 സ്റ്റെപ്പായിട്ടാണ് പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അവിടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡിനി 22 കഴിഞ്ഞിട്ട് പോകണ്ടു. അപ്പം അതിൻ്റെ ഇടയിൽ ആമിയുടെ കലോത്സവം വരുന്നുണ്ട്, ഉപജില്ല. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻസ്, അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുണി മേടിച്ചിട്ടുണ്ട്, തയ്ച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ അവരൊരു പ്രത്യേക കഴുത്തിൻ്റെ പാറ്റേൺ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഷഞ്ജുനാരുടെ അടുത്ത് പോയിട്ടൊന്ന് കട്ട് ചെയ്യാൻ വെച്ചിട്ട് എങ്ങാനും കൊളായാലോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കിച്ചണൊന്നും ഒതുക്കാണ്ട്, പിന്നെ കുറച്ച് തുണികൾ കഴുകാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോട്ടെ. പിന്നെ ആദ്യയുടെ ഷൂവിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോട്ടെന്ന് വെച്ചിട്ട്, കാരണം അവരെ കാലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നേ. അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് പുതിയത് മേടിക്കാമല്ലോ. അപ്പോൾ അത് തുന്നാൻ പറ്റുമോ നോക്കണം, തുന്നാൻ പോകണം. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുമുണ്ട്. അപ്പം ഇന്നത്തെ ഒക്കെ കാര്യങ്ങൾ ഇത്രയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നത്, അതാണ് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അമ്പലത്തിൽ പോണ വ്ളോഗൊന്നും എടുത്തില്ല. ഞാൻ കുറച്ചൊരു എന്തൊക്കെയോ ഒരു മനസ്സിൽ പ്രശ്നം. അപ്പം അമ്പലത്തിൽ പോയ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പോയി തൊഴുതു വന്നു. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എന്താ പറയുക, ഇവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയാൽ കുറവായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങനെ ഇരിക്കൽ കുറവല്ലേ, അതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല. അപ്പോൾ ഇന്നേക്ക് വീഡിയോ ഇടാനൊന്നും എൻ്റെ കയ്യിലില്ല, ഒരു വ്ളോഗായിട്ട് മുഴുവനായിട്ടുള്ളതില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ കേട്ടോ. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളേ? പിന്നെ ഒന്നുമില്ല, ഞാൻ ഭക്ഷണം. ഞാൻ എനിക്ക് തന്ന ചുരിദാർ ഇടാൻ നോക്കിയതാ, പക്ഷെ എനിക്ക് ഭയങ്കര ലൂസാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്.
ആദിക്ക് വയ്യ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പം അവനെടുക്കാൻ പോട്ടെ. ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, പക്ഷെ പനി ഉണ്ടായിരുന്നില്ല. ഞാൻ മാസ്കൊക്കെ വെച്ച് വിട്ടെ. ഇപ്പം അവനെ വിളിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എയറിൽ തന്നെയായിരുന്നു കേട്ടോ. ആദ്യനെ വിളിക്കാൻ പോയി. അപ്പോൾ ആദ്യയുടെ ഷൂ കേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ തുന്നിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോഴത്തേന് ടീച്ചേഴ്സ് വിളിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. മറ്റുള്ള പിള്ളേർക്ക് പകരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ മുടി വലുതായി നിൽക്കായിരുന്നു. അപ്പോൾ അത് മുടി വെട്ടാൻ വേണ്ടി ഞാൻ കാലത്തോട് ഇരിക്കുമ്പോൾ ഷഞ്ചിനൊരു കാര്യത്തിന് കോൾ ചെയ്തു. അപ്പോൾ ഞാനും ഷഞ്ചിനും കൂടെ തൃശ്ശൂരിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ വന്ന് വീണ്ടും ഞാൻ തൃശ്ശൂർക്ക് വന്ന് ആദ്യനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ച് അവനെ വീട്ടിൽ സെറ്റിൽ ചെയ്ത് ഇരുത്തി ട്യൂഷന് വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അടുത്ത ട്വിസ്റ്റ്. ആമി സ്കൂൾ വിട്ട് വന്നപ്പോൾ ആമിയുടെ പോലത്തെ തന്നെ സെയിം ബാഗ് വേറെ ഏതോ ഒരു കുട്ടിയുടെ ബാഗും കൊണ്ടാണ് ആമി വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഈ ഒരു ദിവസം എത്ര തവണ ഞാൻ ഈ ഓടുമെന്ന് ആലോചിച്ചിട്ട് അത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ അതിലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ വിളിച്ചപ്പോൾ ആ കുട്ടിയാണെങ്കിൽ നാടകത്തിൻ്റെ പ്രാക്ടീസിന് സ്കൂളിലുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആദ്യം ഡോക്ടറെ കാണിക്കാൻ പോയത് ആ വഴിയായിരുന്നു. അപ്പോൾ ഒന്നും ഇതറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവളുടെ ബാഗ് റിട്ടേൺ കൊടുത്ത് അവളെ സ്വന്തം ബാഗ് ഞങ്ങൾ കൈക്കലാക്കിയിട്ട് തിരിച്ചു വന്നു. പിന്നെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ പഠിക്കാതിരിക്കലൊക്കെ കുറവാണ് മൊത്തത്തിൽ. ആദ്യം ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വന്ന് ബുക്ക് തുറക്കലൊക്കെ കുറവാണ്. ഇത് ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഇതിൽ ഫോട്ടോ സെറ്റ് ചെയ്ത് എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിലുണ്ടായിരുന്ന സംഭവങ്ങൾ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇന്നത്തെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കണക്കും കാര്യങ്ങളും ഒന്നും തന്നെ കറക്റ്റ് അല്ല. ഭയങ്കര ചിലവ് കൂടുതലാണ്. നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ്? ചിലവ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ആമിയുടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒന്നും കയ്യിലൊതുങ്ങാത്തൊരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ മറക്കാണ്ടിരിക്കുക ഇപ്പോൾ എല്ലാ ദിവസവും എഴുതി വെക്കും. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. ഞാൻ അബ്ചേട്ടൻ്റെ അടുത്ത് പറയും, അബ്ചേട്ടാ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. കാരണം ഇതിനൊക്കെ ഫീസ് ഉണ്ടേ, അതൊക്കെ എളുപ്പമൊന്നുമല്ല. അങ്ങനെ പിന്നെ ഞാൻ നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. ഇതിലെല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റാറൊന്നുമില്ലേ, പക്ഷേ നമുക്കൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇന്നതൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്നെങ്കിലും ആലോചിക്കുമല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്കിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ചെയ്തു, ഫുള്ളി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് പല ദിവസങ്ങളും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി വരും. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഇതൊന്നും. പിന്നെ ഞാൻ തുണികൾ മടക്കി വെക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി കേട്ടോ. ഇപ്പം ഞാൻ ആമീനെ കൊണ്ട് അല്ലെങ്കിൽ ആദീനെ കൊണ്ടാണ് ഇപ്പോൾ തുടപ്പിക്കുന്നത്. ചേട്ടൻ മിക്കവാറും ദിവസം എനിക്ക് അടിച്ച് വരുത്തരും. അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ തുടപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ തുണികൾ മടക്കാൻ പോയി കേട്ടോ. അപ്പോൾ എൻ്റെയും അഭിചേട്ടൻ്റെയും ഡ്രസ്സുകൾ ഞാൻ ഈ കൊട്ടയിൽ മടക്കിയിട്ടാണ് താഴത്തേക്ക് കൊണ്ടുവരാം. പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മുകളിൽ തന്നെയാണ് അയണിങ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് തുണികളും കാര്യങ്ങളൊക്കെ തോരയിടാനുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ ഞാൻ കാലത്ത് കഴുകാട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തോരയിട്ടു. അപ്പം ഇന്നത്തെ എൻ്റെ പണികൾ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ അവസാനിപ്പിക്കാനുണ്ട്. ഞാൻ കാലത്ത് പറഞ്ഞ പോലെ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ടായിരുന്നു, പക്ഷെ കുറേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് ആദീനെ വയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചത്. അത് കഴിഞ്ഞ് വന്നത് മൊത്തത്തിൽ ട്വിസ്റ്റായിരുന്നു. പിന്നെ ഞാനും ശനിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അത് നമുക്ക് വഴിയെ കാണാം അതെന്താ സംഭവം എന്ന്. അതൊക്കെ ഒരു സസ്പെൻസ് ആണെന്നോ സർപ്രൈസ് ആണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് എന്ത് കാര്യം ചെയ്ത് നടന്നതിന് ശേഷമല്ലേ പറയാൻ പാടുള്ളൂ, എന്നാലേ ശരിയാവുള്ളൂ. കാരണം ഇത് സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെയാണ്. ഭയങ്കര ടയേർഡാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ടയേർഡാണ്. ഞാൻ 1 2 3 4 തവണ തൃശ്ശൂർ പോയി. ആദ്യനെ വിളിക്കാൻ പോയി, പിന്നെ ഷഞ്ജുനയുടെ കൂടെ പോയി, പിന്നെ ആദ്യനെ ഡോക്ടറെ കാണിക്കാൻ പോയി,
പിന്നെ ആമി ബാഗ് തെറ്റെടുത്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോയി. എനിക്ക് നല്ല വയറുവേദനയുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരാറുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞോട്. അത് എൻ്റെ അമ്മയ്ക്ക് സ്ഥിരം വരാറുള്ളതാണ്. അത് എനിക്ക് ഇങ്ങനെ കിട്ടിയേക്കണേ. അപ്പോൾ ഞാൻ ശനിയാഴ്ച ലേറ്റായിട്ട് ഫുഡ് കഴിച്ചത്. അതിൻ്റെ പിന്നാലെ ഞാൻ അന്ന് വരും എന്നോ കരുതിയത്. പക്ഷെ അന്ന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്നത്തേക്കാണ് അത് വന്നത്. ഞാൻ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കഴിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മാത്രമല്ല ഇന്ന് ഡാൻസ് ക്ലാസ് മിസ്സായി. കഴിഞ്ഞ ആഴ്ച എനിക്ക് അബ്ചേട്ടൻ്റെ ഇതിൽ ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്നും പോകാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ്സിന് എന്തായാലും പോകണം. വയറുവേദന എടുത്താലേ കളിക്കാൻ പറ്റില്ല. പുറമേനൊക്കെ എടുക്കുന്നുണ്ട്. ഛർദ്ദിക്കാനും വരും. എൻ്റെ ഒരു പലർക്കും പല പോലെ ഇത് വരാമെന്ന് പറയുന്നിട്ടുണ്ട്. എനിക്ക് പുറം ഭയങ്കരമായിട്ട് വേദന എടുക്കും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, വയറുവേദന എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം എനിക്ക് കുറേ ഒന്നും എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.